നിഖിലിന്റെ വീട്ടുകാരൊക്കെയാണ് ഇത്. അപ്പൊ ഇത് നമ്മുടെ നിഖിലിന്റെ അമ്മ. അമ്മ എങ്ങനെ കാണുന്നു ഈ ഒരു കഴിവ്? ഇത്ര എപ്പോഴാണ് തിരിച്ചു വരുന്നത്? അവര് കുറച്ചായി അങ്ങനെ വരയ്ക്കാൻ തുടങ്ങിയിട്ട്. ഹലോ ഗൈസ്, എല്ലാവർക്കും ഒരു പുത്തൻ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു യാത്ര പോകാനായിട്ട് പോവുകയാണ്. അപ്പൊ എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ന് ഒരു കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ അഭിജിത്ത് എനിക്കൊരു ഇൻസ്റ്റാഗ്രാം പ്രൊഫൈല് കാണിച്ചു തന്നിരുന്നു. അപ്പൊ അത് കണ്ടപ്പോ തന്നെ എനിക്ക് എന്താ പറയാ, ഞാൻ ഞെട്ടിയിരിക്കുകയാണ്. കാരണം ഗൈസ്, ഒരു പയ്യന്റെ പേര് നിഖിൽ എന്നാണ്. അപ്പൊ അവൻ വരച്ചൊരു പടം, ഒരു പടമല്ല ഒത്തിരി പടം വരച്ചിട്ടുണ്ട്. അതാണ് എന്നെ ശരിക്കും പറഞ്ഞ ആകർഷിച്ചത്. അപ്പോൾ ഞാൻ അപ്പൊ തന്നെ അഭിജിത്തിനെ വിളിച്ച് പറഞ്ഞു, അഭിജിത്ത് നമുക്ക് എന്തായാലും അവനെ ഒന്ന് കാണാൻ പോകണം, നേരിട്ട് കണ്ടോന്ന് അഭിനന്ദനെ അറിയിക്കണം. അപ്പൊ അഭിജിത്ത് പറഞ്ഞു എന്നാൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് അടുത്ത ദിവസം തന്നെ പോയേക്കാം. അപ്പൊ ഞങ്ങൾ അങ്ങനെ അവനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു, അവനെ കോൺടാക്ട് ചെയ്തു. ഞങ്ങളപ്പോൾ ഇന്ന് അവന്റെ വീട്ടിലേക്ക് പോവാണ്. കോട്ടയത്താണ് അവന്റെ വീട്. അപ്പൊ ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് പോവാണ്. അപ്പൊ അതിന് മുന്നേ നമുക്ക് അഭിജിത്തിനെ പോയി പിക്ക് ചെയ്യണം. അഭിജിത്തിന്റെ വീടെന്ന് പറഞ്ഞാൽ വൈക്കത്താണ്. അപ്പൊ ഞാൻ നേരെ വൈക്കത്തേക്ക് പോകാൻ വേണം. ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾ നേരിട്ട് നമ്മുടെ ഫ്രണ്ട് അഭിജിത്തിനെ കാത്തിരിക്കുകയാണ്. ആൾ എത്തിയിട്ടുണ്ട്, നല്ല രീതിയിൽ പോസ്റ്റ് ചെയ്യാൻ അവസാനം എത്തിയിട്ടുണ്ട്. നിർത്തടാ, ഇതാണ് നമ്മുടെ ക്യാമറമാൻ. നമ്മളിതുവരെ പരിചയപ്പെടുത്തിയിട്ടില്ല. കാണട്ടെ, ഫേസ് കാണട്ടെ. ഓക്കെ അഭിജിത്തെ, നമ്മളപ്പോ നിഖിലിന്റെ വീട്ടിൽ പോകാൻ പോയാണ്. വൈക്കത്താണ് നമ്മുടെ അഭിജിത്തിന്റെ വീട്. നമ്മൾ വൈക്കം എത്തിയിട്ടുണ്ട്. അപ്പൊ ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ട്? ഇവിടുന്ന് ഒരു 18 കിലോമീറ്റർ. ഓക്കെ, ഇനിയും 18 കിലോമീറ്ററോളം ഞങ്ങൾക്ക് ഓടണം. അപ്പൊ പെട്രോൾ ഇല്ല, ഇവന്റെ വണ്ടിക്കും ഇല്ല, എന്റെ വണ്ടിക്കും ഇല്ല. അപ്പൊ ഞാൻ അവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പെട്രോൾ അടിച്ചില്ല. അപ്പൊ എന്തായാലും ഇനി പെട്രോൾ അടിച്ചിട്ട് നേരെ നമുക്ക് യാത്ര തുടങ്ങാം. ഓക്കെ, അപ്പൊ നമ്മൾ എന്തായാലും ഇനി നിഖിലിന്റെ വീട്ടിലോട്ട് പോകാൻ പോവാണ്. അപ്പൊ ഇനി എന്തായാലും നമ്മൾ ആ കാത്തിരുന്ന സർപ്രൈസ് അല്ലേ? ഓക്കെ, നമുക്കൊന്നും പറയുന്നില്ല, അപ്പൊ പോവാം. അപ്പൊ നമ്മളെന്തായാലും നമ്മുടെ നിഖിൽ ബ്രോയുടെ വീട്ടിലെത്തിയൊക്കെയാണ്. ബ്രോ അവിടെ നമുക്ക് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യാണ് അല്ലേ? വെയിറ്റിംഗ് ആണ്. ഇത് സത്യം പറഞ്ഞാൽ ഈ പ്ലേസ് എന്ന് വെച്ചാൽ അടിപൊളി പ്ലേസ് ആണ്. റബ്ബർ മരങ്ങളും എന്താ പറയാ, അടിപൊളി പ്ലേസ്. ഒരു കിഴക്കൻ പ്രദേശമാണ്. കേറി വരികയാണ്, നല്ല കയറ്റം ഉണ്ടായിരുന്നു അല്ലേ? നല്ലപോലെ വലിച്ചാണ് കയറിയത്. അപ്പൊ നമുക്ക് വേണ്ടിട്ട് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് പറഞ്ഞ പോലെ തന്നെ ഇതാണ് നമ്മുടെ നിഖിൽ ബ്രോ. ബ്രോനെ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അവസാനം നമ്മൾ ഇത്രയും കിലോമീറ്റർ ഓടി വന്ന് നമ്മുടെ ബ്രോനെ കൈയോടെ പിടിച്ചിരിക്കുകയാണ്. ബ്രോ എന്ത് ചെയ്യാണ്? ഞാൻ സെക്കൻഡ് ഇയർ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുകയാണ്. ഇപ്പോ സെക്കൻഡ് ഇയറോ? ഓക്കെ, സെക്കൻഡ് ഇയർ പഠിക്കുകയാണ്. അപ്പോ നമ്മുടെ ബ്രോയുടെ എന്താ പറയാ കലാവിരുദ്ധാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ബ്രോയുടെ വീട് ഇതാണല്ലേ? ഓക്കെ, നമ്മള് വീട്ടിലോട്ട് പോവാം. ഓക്കെ ബ്രോ, നമ്മളെ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അപ്പൊ ഇത് എന്താണ്? അതെ, നിങ്ങൾക്ക് നേരിട്ട് കാണാം. നമ്മളൊന്നും പറയുന്നില്ല, നിങ്ങൾ നേരിട്ട് കണ്ടു. ഇതാണ് നമ്മുടെ നിഖിലിന്റെ വീട്. അപ്പൊ എന്തായാലും നിഖില് വരച്ചേക്കണ പിക്ചറൊക്കെ കാണാൻ വേണ്ടിട്ട് വന്നേക്കാണ് അല്ല അഭിത്തെ? അപ്പൊ നിഖിലെ അപ്പൊ എത്ര പിക്ചർ വരച്ചിട്ടുണ്ട്? 10-20ഓളം പിക്ചർ വരച്ചിട്ടുണ്ട്. അത് ഇൻസ്റ്റാഗ്രാമില് എനിക്ക് നമ്മുടെ അഭിജിത്ത് ഷെയർ ചെയ്ത് കണ്ടത്. അഭിജിത്ത് ഷെയർ ചെയ്ത് തന്നപ്പോഴാണ് ഞങ്ങൾ ശ്രദ്ധിച്ചത്. ശരിക്കും ഞാൻ ആദ്യം കണ്ടപ്പോൾ ഞാൻ നന്നായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പൊ ഇവനെ അപ്പൊ തന്നെ വിളിച്ചു പറഞ്ഞു. അവൻ പറഞ്ഞാൽ ഇന്ന പോലെയാണ്, കോട്ടയത്താണ് വീട്, നമുക്ക് പോകാം, ആളെ ഒന്ന് വിളിച്ച് നോക്കാം, കോൺടാക്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ വിളിച്ചപ്പോൾ ആള് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഡയറക്റ്റ് ഇങ്ങോട്ട് വരുമായിരുന്നു. ഇങ്ങ് പോരും, മേടിക്കണ്ട, നമ്മുടെ ചാനലാണ്. അപ്പൊ നമ്മുടെ നിഖിൽ ബ്രോനെ കിട്ടിയേക്കാണ്. അപ്പൊ നിഖിൽ ബ്രോയുടെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് പങ്കുവെക്കാൻ പോകുന്നത്. അപ്പൊ എന്തായാലും നിഖിൽ ബ്രോ വരച്ച പിക്ചറൊക്കെ നമ്മൾ കാണാൻ പോവാണ്. അപ്പൊ നമുക്ക് കാണാം. ഓക്കെ ബാ ഗൈസ്. അപ്പൊ നമ്മളെന്തായാലും പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നിഖിലിന്റെ ഫോട്ടോ കാണാൻ പോയാണ്. നമ്മൾ ആകാംക്ഷയുടെ കാത്തിരിക്കുകയാണ്. അപ്പൊ ഒത്തിരി പിക്ചർ നിഖിൽ വരച്ചു വെച്ചിട്ട് നിങ്ങളത് കാണിച്ചു തരാം. ഇത് അഭിജിത്തിനോട് ചോദിച്ചാൽ എങ്ങനെയുണ്ട്? അടിപ്പം പടമാണ്. കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് കണ്ണ് വിളിക്കും. അത്ര ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല. ഇൻസ്റ്റാഗ്രാമിൽ കണ്ടപ്പോൾ ഇത്രയും പ്രതീക്ഷയില്ല. ഇത് നിരത്തി വെച്ചേക്കാണ്. ഞങ്ങള് അവിടുന്ന് നമ്മുടെ നിഖിലിനെ പൊക്കിക്കൊണ്ട് നേരെ ഒരു നല്ലൊരു പ്ലേസിലേക്ക് വരികയാണ്. കാര്യം ഇവിടെ നോക്കുമ്പോ കാണാം മൊത്തം റബ്ബറും താഴത്തോട്ടൊക്കെ കുഴി പോലെയൊക്കെയാണ്. മൊത്തം റബ്ബറും കാര്യങ്ങളൊക്കെയാണ്. മൊത്തം ചുറ്റിന് റബ്ബറാണ്. അപ്പൊ അതിന്റെ ഒരു നടുക്കാണ് ഞങ്ങൾ പിക്ചർ നിങ്ങൾക്ക് കാണിക്കാൻ പോണ. കാര്യം അവിടെ വെട്ടക്കുറവൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നതാണ്. അതെ, ഞാൻ കാണിച്ചു തരാം. അതെ, ഒരു വല്ലാത്തൊരു സെറ്റപ്പിലെ വീടൊക്കെ ഉണ്ട്, കണ്ടല്ല പുറകില്. അപ്പൊ അതൊന്നും നമുക്ക് കാര്യമല്ല, നമ്മളെന്തായാലും വന്നതാണ്. അപ്പൊ നമ്മുടെ നിഖിലിന്റെ, നമ്മുടെ കൊച്ചു കലാകാരന്റെ കഴിവാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ നിഖിലെ, ആദ്യത്തെ ആരെയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്?
റൊണാൾഡോനെ വരച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ അടിപൊളി സാധനം നിങ്ങൾ കണ്ടു നോക്കി. ഇപ്പോൾ ആൾ എടുത്തോണ്ട് വരുമോ? ഒന്ന് എടുത്തോണ്ട് വരാമോ? റൊണാൾഡോയുടെ പിക്ചർ എടുത്തോണ്ട് വരാൻ പോവാണ്. നിങ്ങൾ തന്നെ കണ്ടിട്ട് പറ. കണ്ട റൊണാൾഡോയുടെ പിക്ചറാണ്. ഏകദേശം നിഖിലിന്റെ അത്രയും തന്നെ പൊക്കത്തിൽ തന്നെ അവൻ വരച്ചു വെച്ചേക്കണേണ്. ഇത് എന്തൊക്കെ ഇത് ഉപയോഗിച്ചിരിക്കുന്നൊക്കെ എന്താണ്? ചാർട്ട് പേപ്പർ 2 ഒട്ടിച്ച് വെച്ചേക്കണം. അതില് പെയിന്റിങ് ബാക്കില് പത്ര പേപ്പറൊക്കെ വെച്ചിട്ട് കണ്ടല്ലോ, ന്യൂസ് പേപ്പറൊക്കെ വെച്ചിട്ട് സെറ്റാക്കി വെച്ചൊക്കെയാണ്. ഇത് എത്ര ദിവസം എടുത്ത് വരയ്ക്കാനായിട്ട്? 3 ദിവസം. വെറും 3 ദിവസം കണ്ടാണ് നിഖില് ഇത് വരച്ചു വെച്ചേക്കണത്. നിഖിലിന്റെ ഇൻസ്റ്റാഗ്രാം പേജ് പോയി നോക്കണം. ഒന്നും പറയാതിരിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് അപ്പം മനസ്സിലാവും നിഖിലിന്റെ കഴിവ് എന്താന്നുള്ളത്. അതെ, അവസാനം ഞങ്ങള് പരിചയപ്പെടുത്തും. അപ്പൊ ഇത് നമ്മുടെ റൊണാൾഡോനെ വരച്ചു വെച്ചേക്കണാണ്. അതുപോലെ തന്നെ അപ്പൊ അടുത്തത് കൊണ്ടുവന്നേക്കാണ്. ആരാണ്? കണ്ടല്ല, നമ്മുടെ വിനീത് ശ്രീനിവാസന്റെ പടം പിക്ചറാണ്. അത് അടിപൊളി കറക്റ്റ് കാണിച്ചു തരാം. അതേപോലെ തന്നെ വരച്ചു വെച്ചേക്കാണ്. ഇതൊക്കെ ഒരു ദിവസത്തെ പരിപാടി. പിന്നെ നമ്മുടെ സൂപ്പർ സ്റ്റാർ ഇളയ ദളപതി അല്ലേ സൂര്യ ഫാൻ. എന്നാ പിന്നെ അതെ കണ്ടല്ലോ, സൂര്യ ഫാൻ ആയതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് സൂര്യയുടെ പടം ഉടനെ വരക്കും. സൂര്യയുടെ പടം ഉടനെ വരക്കും. പക്ഷെ നമ്മുടെ വിജയുടെ പടം വരച്ചു വെച്ചിട്ടുണ്ട്. ഇളയ ദളപതി വിജയ് 2 പിക്ചർ വരച്ചു വെച്ചിട്ടുണ്ട്. അടിപൊളി സാധനം, ഒന്ന് സൂപ്പറായിട്ട്. അടുത്തത് നമ്മുടെ പേന വെച്ചിട്ട്, നമ്മുടെ മെസ്സിയുടെ പടം പേന വെച്ചിട്ട് വരച്ചു വെച്ചേക്കണേണ്. കാണിച്ചു തരാം. മെസ്സിയുടെ പടം പേന വെച്ചാണ് വരച്ചു വെച്ചേക്കുന്നത്. ഇത് എത്ര ദിവസം എടുത്തു? പകുതി എടുത്തുള്ളൂ. ഒരു ഹാഫ് ഡേ കൊണ്ടിട്ടാണ് മെസ്സിയുടെ. ഭയങ്കര സ്പീഡാണ് പുള്ളിക്കാരൻ. അപ്പൊ പിന്നെ ആരാണ്? എന്റെ മോനെ, മെസ്സിയുടെ സ്പെഷ്യൽ സാധനം. ഇതെങ്ങനെ വരച്ച്? മൊത്തം ന്യൂസ് പേപ്പർ. നമ്മുടെ ന്യൂസ് പേപ്പറില്ലേ, സാധാ ന്യൂസ് പേപ്പർ, അത് ഫുള്ള് എടുത്ത് വെച്ചും അതിന്റെ പൊക്കത്ത് വെള്ള പെയിന്റ്, വൈറ്റ് പെയിന്റ് അടിച്ചു വെച്ചും അതിന്റെ പൊക്കത്താണ് ഇത് വരച്ചു വെച്ചേക്കണത്. അതായത് വേറൊരു സെപ്പറേറ്റ് പേപ്പറോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. സാധാ നമ്മുടെ ന്യൂസ് പേപ്പർ, അതിൽ വെള്ള പെയിന്റ് അടിക്കുക, എന്നിട്ട് അതിന്റെ പൊക്കത്ത് നിന്നാണ് നമ്മൾ ഇത്രയും മനോഹരമായ പിക്ചർ വരച്ചു വെച്ചേക്കുന്നത്. നിങ്ങൾ കണ്ടിട്ട് പറ. ഒന്നും പറയാനില്ല. കാര്യം ഇത്രക്ക് പെർഫെക്ഷനോട് കൂടിയും അതുപോലെ തന്നെ പിക്ചറുകളെ എന്താ നമ്മൾ ഒറിജിനലെ വെല്ലുന്ന പിക്ചർ എന്ന് വേണം തന്നെ പറയാം. എല്ലാം ഓരോരോ പിക്ചർ. അതെ, ഫോട്ടോസ് അതുപോലെ തന്നെ എടുത്ത് വെച്ചേക്കണം എന്ന് വേണം പറയാനായിട്ട്. അത്രക്ക് പെർഫെക്ഷൻ ആണ് വരച്ചു വെച്ചേക്കണം എല്ലാ പിക്ചേഴ്സും. ഇത് നിഖിലെ, ഇനി കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് നിഖിലിനോട്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിഖിലെ, ഇത് എത്ര നാളായി വരക്കാൻ തുടങ്ങിയിട്ട്? ചെറുപ്പം മുതൽ ഇങ്ങനെ വരയ്ക്കുമായിരുന്നു. ചെറുപ്പം മുതൽ എന്ന് പറയുമ്പോ സ്കൂളിലൊക്കെ പഠിക്കാൻ 1ാം ക്ലാസ് മുതലേ വരച്ച് തുടങ്ങുമായിരുന്നു അല്ലേ? ഇതുവരെ എങ്ങും പടം വരച്ച് പഠിച്ചിട്ടില്ല. എങ്ങും അതാണ് പ്രത്യേകത. എങ്ങും ഇതുവരെ ഒരു സ്ഥലത്ത് പോലും പഠിക്കാനായിട്ടൊന്നും പോയിട്ടില്ല. അല്ലാണ്ട് തന്നെയാണ് ആള് ഇതേപോലെ വരച്ചു വെച്ചേക്കുന്നത്. കൊച്ചിലെ മുതൽ വരച്ച് കൈ തെളിഞ്ഞതാണ്. ഇപ്പൊ കൊറോണയൊക്കെ ആയി വീട്ടിൽ ഇരുന്നപ്പോ ഓരോരുത്തർ പറഞ്ഞ് പഴയ കഴിവ് പൊടി തട്ടി എടുത്ത്. ഒന്നും പറയാനില്ല, അടിപൊളി പെർഫെക്ഷൻ. പിന്നെ ആരൊക്കെയാണ് സപ്പോർട്ട് ചെയ്ത് വന്നത്? വീട്ടിലുള്ള എല്ലാവരും സപ്പോർട്ടാണ്. നമ്മൾ കാണുമ്പോ തന്നെ മനസ്സിലായി വീട്ടിൽ വന്നപ്പോ. അതെ, പിന്നെ ഞാനൊരു പടം പറ്റി വീഡിയോ ഇടാൻ നേരത്ത് സ്റ്റാറ്റസ് അതായിരിക്കും. ഓ അടിപൊളി. ഫ്രണ്ട്സ് അതേപോലെ കുറെ ഫ്രണ്ട്സ് ഉണ്ടാവും. അപ്പോൾ ആ ഫ്രണ്ട്സിന്റെ ഒക്കെ സ്റ്റാറ്റസ് പിക്ചർ വരച്ചിടാൻ നേരത്തെ ആ സ്റ്റാറ്റസ് ഒക്കെ അവർ അത് തന്നെ എടുത്തിടും. എന്തായാലും അടിപൊളിയാണ്. പിക്ചറൊക്കെ അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. എന്തായാലും എന്താ പറയാ, എന്തേലും ആരെങ്കിലും വേറെ എവിടുന്നെങ്കിലൊക്കെ ഗിഫ്റ്റുകൾ അതുപോലെയൊക്കെ വന്നിട്ടുണ്ടോ പിക്ചർ വരച്ചു കൊടുത്തിട്ട്? ടീച്ചറിന് വരച്ചു കൊടുത്തപ്പോൾ ടീച്ചർ
ടീച്ചർ. ഓക്കെ, ടീച്ചറിന് അത് കൊച്ചില് കോളേജിൽ പഠിക്കുമ്പോൾ നമ്മുടെ കോളേജിൽ പഠിപ്പിക്കുന്ന ടീച്ചറിന് ഒരു പിക്ചർ വരച്ചു കൊടുത്തപ്പോഴേക്കും ടീച്ചർ ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതാണ്ട് അങ്ങനെ ഗിഫ്റ്റ് ഒന്നും കിട്ടിയിട്ടില്ല. മേടിച്ചേര്. എന്തായാലും ഗൈസ്, ഈ നമ്മുടെ ഈ കൊച്ചു കലാകാരനെ ആരും കാണാതെ പോകരുത്. കാര്യം നമ്മുടെ കോട്ടയം ഈ സ്ഥലം കടുത്തുരുത്തിയിലാണ് നമ്മുടെ ബ്രോയുടെ വീട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും കടുത്തുരുത്തി ഭാഗത്തൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ബ്രോ ആയിട്ട് കോൺടാക്ട് ചെയ്യുക. അടിപൊളി പിക്ചറാണ് വരച്ചു തരുന്നത്, ഒന്നും പറയാനില്ല. അഭിത്ത് എന്താണ് നിനക്ക് പറയാനുള്ളത്? എനിക്കിത് കണ്ടിട്ട് ഒന്നും പറയാൻ പറ്റില്ല, മിണ്ടാണ് തോന്നി ഞാൻ. കാര്യം എനിക്ക് സത്യം പറഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ബ്ലോഗ് ചെയ്യാൻ അറിയത്തില്ല. ഞാൻ ക്യാമറമാൻ മാത്രമാണ്. നമ്മുടെ ക്യാമറമാനാണ്. അതെ, നമ്മുടെ ഷിബിൻ മച്ചാൻ ഇന്ന് ക്വാറന്റൈനിൽ കിടക്കുകയാണ്. അതൊന്നും അതെ, അവന് വരാൻ പറ്റിയിട്ടില്ല. അവന്റെ അടുത്ത് കുറച്ച് കേസുകൾ റിപ്പോർട്ട് ആയതുകൊണ്ടാണ് അവന് ഇറങ്ങാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ ക്യാമറമാനായിട്ട് വന്നേക്കുന്നത് അഭിത്ത്. ഇവനെ ഒന്നും പറയാനില്ല. ഞാൻ ഒത്തിരി ആളായിട്ട് ഇവന്റെ പടം ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ നോക്കുന്നുണ്ട്, എല്ലാ പടവും ലൈക്ക് ചെയ്യും. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, നമുക്ക് ചുമ്മാ എന്തായാലും യൂട്യൂബ് ചാനലുണ്ട്, അവനിങ്ങനെ കൊച്ചു പയ്യനെ ഇവന് ചെയ്തു വരുമ്പോൾ അവനെ വികസിപ്പിച്ച് കൊണ്ടുവരാം. ചുമ്മാ അഖിൽ മെസ്സേജ് അയച്ചാണ്, അവന്റെ ഒരു ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്ത്. അഖിലപ്പം തന്നെ എന്നെ വിളിച്ച് പറഞ്ഞ് ഇവിടെ അത് ചെയ്തേ പറ്റുള്ളൂ, ചെയ്യാണ്ടിരിക്കാൻ പറ്റിയല്ലെന്ന് പറഞ്ഞ് വീട്ടിൽ വന്ന് എന്നെ വിളിച്ച് അവിടുന്ന് പൊക്കി ഇന്നിങ്ങനെ കൊണ്ടുവരുമായിരുന്നു. അതെ, അപ്പൊ നമ്മുടെ നിഖിൽ മച്ചാൻ നമുക്ക് നമ്മുടെ ചാനലിന് വേണ്ടി ഒരു ഗിഫ്റ്റ് തരുന്നുണ്ട്. അവനിത് ഇപ്പൊ നമുക്ക് കാണിക്കാൻ എന്റെ ഫോട്ടോയാണ്. കണ്ടാ മക്കളെ, ഇത് എന്റെ ഫോട്ടോയാണ് നമ്മുടെ നിഖിൽ ബ്രോ വരച്ചു നോക്കി അല്ല, എന്റെ ഫോട്ടോ നമ്മുടെ നിഖിൽ ബ്രോ നമുക്ക് വരച്ചു തന്നിട്ടുണ്ട്. അല്ല, എനിക്ക് ചോദിക്കാൻ പറ്റില്ല, എനിക്കൊന്നും ഒന്നുമില്ല. ടൈം കിട്ടിയിട്ടില്ല. അതെന്തായാലും നിന്റെ വരച്ചു തരും, പേടിക്കണ്ട, ടെൻഷനാണ്. നമ്മൾ വരച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും നിഖിൽ ബ്രോ വളരെ നന്ദി. എന്റെ ഇതേപോലെ ഒരു നല്ലൊരു പിക്ചർ എന്റെ അതേപോലെ തന്നെ വരച്ചു തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ വരച്ചു തന്നിട്ടുണ്ട്. നല്ലൊരു താങ്ക് യു ബ്രോ, വളരെ നന്ദി. അപ്പൊ എന്തായാലും ഇനി നിഖിൽ ബ്രോയുടെ ഫാമിലിയൊക്കെ ഉണ്ട്, അപ്പൊ ഫാമിലിയിലൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. നമ്മുടെ ഫോട്ടോസ് ഇവിടെ പ്രദർശനത്തിന് വെക്കുവാണ്. കേട്ടില്ലേ, മങ്കിലാണെല്ലാം എടുത്ത് നിരത്തി വെക്കുന്നത്. പിന്നെ നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, മണിക്കുട്ടൻ. ആളെന്റെ സുഹൃത്താണ്. സുഹൃത്ത് മാത്രമല്ല, എന്റെ ബ്രദറാണ്. ഇവനാണ് ആള്. നോക്കടാ കണ്ടാ, ഇവനാണ് ആള്. ഇത് നമ്മുടെ നിഖിൽ വെച്ചാൽ നമ്മുടെ പടമൊക്കെ കണ്ടില്ലേ, ഫുള്ളായിട്ട് കാണിക്കാം. ഫുള്ളായിട്ട് കാണിക്കാൻ വേണ്ടി നമ്മളിത് പ്ലാൻ ചെയ്തിട്ട് നമ്മൾ എടുത്ത് വെക്കുകയാണ്. നമ്മൾ ഫുള്ളായിട്ട് കാണിക്കുന്നുണ്ട്. നമ്മുടെ മച്ചാന്റെ വീടിനകത്ത് കയറിയേക്കുവാണ്. അവന്റെ റൂമിലോട്ട് നമ്മളൊന്ന് കയറാൻ പോകും. അപ്പൊ അതിനകത്ത് നിങ്ങൾ ഞെട്ടിക്കുന്ന കുറച്ച് കാഴ്ചകൾ കൊണ്ട് കാണിച്ചു തരാം. ഇത് കണ്ട മക്കളെ, റൊണാൾഡോ ഇരിക്കുന്നു. മെയിനായിട്ട് സംഭവം ഭിത്തിയില് ഇത് കണ്ട മെസ്സി ഇരിക്കുന്ന ഇരിപ്പ് കണ്ട, വിജയ്. എന്തിനാണ് പറഞ്ഞേക്കണത്? തടി. പിന്നെ വേറെ കാണിക്കാൻ നമ്മുടെ ചെറുക്കൻ ഇവിടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഫോട്ടോ വരക്കുമ്പോൾ പടം വരക്കാൻ നേരത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഇടാൻ പടം വരക്കുമ്പോൾ ചെയ്യണം സെറ്റപ്പാണ്. അവൻ തന്നെ ഉണ്ടാക്കി വെച്ചേക്കണം. ചെറിയ PVC വളച്ച് നമ്മുടെ എന്താണ് വണ്ടിയിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ ഇവിടെ നിന്ന് വരക്കും, നേരെ മുകളിൽ നിന്ന് വീഡിയോ സെറ്റപ്പ് അവൻ തന്നെ ചെയ്ത് വെച്ചാണ് ഇതൊക്കെ. ഇവിടെ ഇരുന്നാണ് പിക്ചർ വരയ്ക്കുന്നത്. പിന്നെ അതുപോലെ പിക്ചർ വരക്കാൻ എടുക്കുന്ന സാമഗ്രികളാണ് പെയിന്റും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എല്ലാവരും ഒരു ചെറിയ റൂമിൽ സെറ്റാക്കി വെച്ചേക്കണാണ് അല്ലെ. പെയിന്റ് അടിച്ച് വെച്ചേക്കണാണ്, വേറെ ഒന്നും ഒരു പേപ്പർ ഒന്നുമില്ല. ഭിത്തിയിൽ പെയിന്റ് അടിച്ച് വെച്ചേക്കണാണ്. എന്താ പറയാ, അടിപൊളി. നമ്മള് പറ്റുമെങ്കിൽ നിങ്ങൾ എല്ലാവരും ബ്രോയുടെ ഈ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാം പേജിൽ പോയി നോക്കണം. ഞാൻ ഇൻസ്റ്റാഗ്രാം ഐഡിയും കാര്യങ്ങളൊക്കെ ഇടാം. പിന്നെ വേറൊരു പ്രത്യേകതയുണ്ട്, അത് നമ്മുടെ ബ്രോ തന്നെ പറയും. ഇങ്ങനെ തന്നെ നിഖിൽ ബ്രോ തന്നെ പറയും. കാര്യം നിഖിൽ ബ്രോ ഇങ്ങനെ നമ്മൾ ഇതിൽ മാത്രമല്ല, പെൻസിൽ ഉപയോഗിച്ചും പേന ഉപയോഗിച്ചും മാത്രമല്ല വരയ്ക്കുന്നത്. നിഖിൽ ബ്രോയ്ക്ക് വേറൊരു കഴിവ് കൂടെയുണ്ട്. നമ്മുടെ ഫോണിൽ ഒരു ആപ്ലിക്കേഷൻ വെച്ച് വരയ്ക്കും അല്ലേ, അഡോബ് ഇലിസ്ട്രേഷൻ വെച്ചിട്ട് ആപ്ലിക്കേഷൻ വെച്ചിട്ട് ഫോട്ടോ വരയ്ക്കും. അതിന്റെ കാര്യങ്ങളും ഫോട്ടോസും വരച്ച ഫോട്ടോസൊക്കെ ഞാൻ കാണിച്ചു തരാം. ബ്രോ എനിക്ക് ഇൻസ്റ്റാഗ്രാം വഴി ഞാൻ കണ്ടായിരുന്നു, ഞാൻ നമ്മുടെ വീഡിയോയിൽ കൊടുക്കാം. ഒന്ന് കണ്ടിട്ട് പറ നിങ്ങളുടെ അഭിപ്രായം. നിങ്ങൾ എന്തായാലും കണ്ടിട്ട് കമന്റ് ചെയ്യും. അപ്പൊ നമ്മൾ എന്തായാലും നിഖിലിന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. അപ്പൊ നമ്മുടെ ഇത്രയും എന്താ ഈ കൊച്ചിലെ തന്നെ ഇത്രയും നല്ല ഒരു കഴിവ് അല്ലേ
നല്ല രീതിയിൽ പടം വരയ്ക്കുകയൊക്കെ ചെയ്യുന്ന അത് ഒരു പ്രത്യേക ദൈവത്തിന്റെ അനുഗ്രഹമാണ്. അത് എപ്പോഴും കൂടെ ഉണ്ടാവട്ടെ. ഞങ്ങളുടെ എല്ലാ അല്ലെ മംഗളങ്ങളും ഉണ്ടാവും. അപ്പൊ അതുപോലെ തന്നെ ഇനി നിഖിലിന്റെ ഫാമിലി ഉണ്ട് നമ്മോടൊപ്പം. ഇതാണ് നമ്മുടെ നിഖിലിന്റെ അമ്മ. നമുക്ക് നിഖിലിന്റെ വീട്ടുകാരൊക്കെയാണ് ഇത്. അപ്പൊ ഇത് നമ്മുടെ നിഖിലിന്റെ അമ്മ. അമ്മ എങ്ങനെ കാണുന്നു ഈ ഒരു കഴിവ്? ഇത്ര എപ്പോഴാണ് തിരിച്ചറിഞ്ഞത്? അവര് കുറച്ചായി അങ്ങനെ വരയ്ക്കാൻ തുടങ്ങിട്ട്. അപ്പൊ കോളേജിൽ നിന്നൊക്കെ അങ്ങനെ മത്സരത്തിന് കൊണ്ടുപോകും. പിന്നെ കൂട്ടുകാരൊക്കെ പ്രോത്സാഹിപ്പിക്കും. ആദ്യമൊക്കെ വരക്കുമ്പോഴേക്കും അമ്മക്ക് തോന്നിക്ക ഇത്രയും നന്നായിട്ട് വരക്കും എന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു? നന്നായിട്ട് വരയ്ക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇതിനെ കുറിച്ച് ചെയ്യേണ്ടതെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. എന്തായാലും അമ്മ ഞങ്ങൾ കണ്ട് പിന്നെ എന്താ പറയാ അടിപൊളി ഫോട്ടോസ്, അതായത് ഒറിജിനൽ അതേപോലെ എടുത്തു വെച്ചേക്കണം. ആ ഒരു ഫീലിംഗ് എനിക്ക് ഞാൻ 2-3 ദിവസം മുമ്പാണ് എന്റെ ഫോട്ടോ കൊടുത്തത്. അപ്പൊ അവര് കൊടുത്തപ്പോഴേക്കും ആള് എന്റെ രണ്ടുപേരും 2 ദിവസം കൊണ്ട് എന്റെ പിക്ചർ അതേപോലെ തന്നെ വരച്ച് എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. എന്തായാലും അഭിത് അപ്പൊ എന്തായാലും ഞങ്ങള് എന്താ പറയാ ഈ വീട്ടിലേക്ക് വരാനായിട്ട് എന്നെ കാണിച്ചു തന്നത് നമ്മുടെ അഭിത്താണ്. നമ്മുടെ ചാനലാണ്, ഒരു ചെറിയൊരു ചാനലാണ്. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പൊ എന്തായാലും നിഖിലിന്റെ ഫാമിലിയാണ് ഇത്. അപ്പൊ എന്തായാലും നമ്മൾ ഇനി അടുത്തൊരു കാഴ്ചയും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും വീണ്ടും കാണുന്നവരേക്കും അല്ലെ ഒരു ചാറ്റ് എടുത്തേരി. ബൈ. എല്ലാവരും ഒരു ചാറ്റ് എടുത്തേരി.